നിതീഷ് കുമാറിന്റെ ഇന്ത്യ പ്രവേശനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. നിതീഷ് കൂടി പങ്കെടുക്കുന്ന ഇന്ത്യ യോഗം പട്നയിൽ ചേരും. ബീഹാറിന്റെ ചുമതലയുള്ള ബി.ജെ.പി. ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിതീഷ് രാജിവെച്ചാൽ വൈകുന്നേരത്തോടെ നിതീഷ് നയിക്കുന്ന ഇന്ത്യ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. രാഹുലിനെതിരെ വീണ്ടും ജെ.ഡി.യു നേതാവ് നീരജ് കുമാർ ഭാരത് ജോഡോ ന്യായ് യാത്ര കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് രാഹുൽ ആത്മപരിശോധന നടത്തണം. സഖ്യകക്ഷികൾ എന്തുകൊണ്ട് അകലുന്നുവെന്ന് പരിശോധിക്കണമെന്നും ജെ.ഡി.യു നേതാവ് നീരജ് കുമാർ പറഞ്ഞു. ഇന്ത്യ മുന്നണിയെ തകർക്കുന്നത് കോൺഗ്രസ് ആണെന്നും നീരജ് കുമാർ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ചേരുകയാണ്. ഗൗതം, ഇന്ന് വൈകിട്ടോടെ തന്നെ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്താൻ സാധ്യത. ഒപ്പം നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഒപ്പം ജെ.ഡി.യു നേതാവിൻ്റെ കോൺഗ്രസിനെതിരെയുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ഈ ഒരു തരത്തിലുമാണ്. കെ.പി. നിതീഷ് കുമാറിനെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ അനുനയിപ്പിക്കുവാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ഒപ്പം ലാലു പ്രസാദ് യാദവും ആർ.ജെ.ഡിയും ഒക്കെ നടത്തുന്നതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ ജെ.ഡി.യുവിന്റെ ഭാഗത്തു നിന്നും രാഹുലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുള്ള പ്രതികരണം രംഗത്തെത്തുന്നത്. ഇപ്പോൾ നീരജ് കുമാർ എന്ന ജെ.ഡി.യുവിന്റെ MLC ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ നടത്തുന്ന പദയാത്ര കൊണ്ട് ഒരു ഗുണവും സമൂഹത്തിനോ പാർട്ടിക്കോ അതല്ലെങ്കിൽ ഈ INDA മുന്നണിക്കോ ഇല്ല എന്ന വിമർശനമാണ് ജെ.ഡി.യു MLCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മറ്റ് ജെ.ഡി.യുവിന്റെ പല മുതിർന്ന നേതാക്കളും ഈ പ്രസ്താവനയെ ന്യായീകരിച്ച് അല്ലെങ്കിൽ അതിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ പോലും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, അതോടൊപ്പം R.J.D നേതാവ് ലാലു പ്രസാദ് യാദവ് തുടങ്ങിയവർ പലതവണ നിതീഷ് കുമാറിനെ ടെലിഫോണിൽ വിളിച്ചിരുന്നു. പക്ഷേ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുകൾ ഫോൺ എടുക്കുമ്പോൾ മുഖ്യമന്ത്രി തിരക്കിലാണ് എന്ന പ്രതികരണം ആണ് നിതീഷിന്റെ ഓഫീസിൽ നിന്നുണ്ടായത്. അതായത് താൻ NDAയിലേക്ക് പോകുന്നു, INDA മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, കോൺഗ്രസിനോടും R.J.ഡിയോടും അകലം പാലിക്കുന്ന നയം ആണ് ഇനിയും സ്വീകരിക്കുന്നത് എന്ന കൃത്യമായ സന്ദേശം ബീഹാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കോൺഗ്രസിനും R.J.ഡിക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോൾ ജെ.ഡി.യുവിന്റെ പല നേതാക്കൾ, നീരജ് ഉൾപ്പെടെയുള്ള പല നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിനെയും ഒപ്പം രാഹുൽ നടത്തുന്ന ഈ ഒരു ഭാരത് ജോഡോ ന്യായ യാത്രയെയും വിമർശിച്ച് രംഗത്തെത്തുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. അതായത് നിലപാട് കൃത്യമായി ജെ.ഡി.യു കടുപ്പിക്കുകയാണ്. പഴയ NDA സഖ്യത്തിലേക്ക്, തന്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്ന കൃത്യമായ സിഗ്നൽ വീണ്ടും വീണ്ടും നിതീഷ് കുമാർ നൽകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 2022 ഈ NDA ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാർ ഈ R.J.D അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇടത് പാർട്ടികളെ ചേർത്തുകൊണ്ട് വീണ്ടും ബീഹാറിൽ മഹാഗഠബന്ധൻ സർക്കാർ രൂപീകരിച്ചത്. പക്ഷെ അതിന് ശേഷം വലിയ ഭിന്നത ഈ പാർട്ടികൾക്കിടയിലെല്ലാം രൂപപ്പെട്ടു. അഴിമതി ആരോപണങ്ങൾ പരസ്പരം ഉന്നയിച്ചു. ജെ.ഡി.യുവിനും നിതീഷ് കുമാറിനുമെതിരെ പല R.J.D നേതാക്കളും അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ നേരെ തിരിച്ച് R.J.D മന്ത്രിമാർക്കെതിരെ ജെ.ഡി.യു നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ വന്നു. അങ്ങനെ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതയും പരസ്പരം ചെളിവാരിയേറും R.J.ഡിക്കകത്തും ജെ.ഡി.യുവിനകത്തും രൂപപ്പെട്ടു. മാത്രമല്ല INDA മുന്നണി രൂപീകരിച്ചത് തന്നെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പട്നയിലാണ്. പക്ഷേ പിന്നീട് അതിനകത്തും അധികാര വടംവലി മാത്രമാണ് സംഭവിച്ചത്. സീറ്റ് ധാരണയാകുന്നില്ല. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നേതാക്കൾ പ്രധാനമന്ത്രിയാകാൻ കച്ചകെട്ടി ഇരിക്കുന്നതല്ലാതെ സീറ്റ് ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഒപ്പം ഈ മുന്നണിക്കകത്ത് തന്നെ ഓരോ വിഷയങ്ങൾക്കകത്തും അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടുന്നു. ജനങ്ങൾ പരിഹസിക്കുകയാണ് ഈ മുന്നണിയെ നോക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ ബുദ്ധിമാനായ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇപ്പോൾ കളം മാറ്റി ചവിട്ടുന്നത്. അദ്ദേഹത്തിന് അറിയാം ജനവികാരം കോൺഗ്രസിനും അതല്ലെങ്കിൽ ഈ INDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾക്കും എതിരാണ്. വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ BJPയുടെ നീക്കവും അത്രത്തോളം ജാഗ്രതയിലാണ് സ്വാഭാവികമായും. കാരണം നേരത്തെ NDA സഖ്യത്തിലുണ്ടായിരുന്ന നേതാവാണ് നിതീഷ് കുമാർ. പിന്നീട് NDA സഖ്യത്തിൻ്റെ തലപ്പത്തേക്ക് വരെ അദ്ദേഹം എത്തുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഉപാധികളാണ് നിതീഷ് കുമാറിന് മുന്നിൽ BJP NDA സഖ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്? കാരണം ഗൗതം സൂചിപ്പിച്ചത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ അത്രത്തോളം പയറ്റിത്തെളിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെയുള്ള NDAയുടെ BJPയുടെ ഇടപെടലും ഈ ഒരു തരത്തിലാണ്.
കെ പി BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത് നിലവിൽ ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും സീനിയർ നേതാവ് എന്ന നിലയിൽ, കാരണം നിതീഷ് കുമാർ വർഷങ്ങളായി തന്നെ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല NDA സർക്കാരിനൊപ്പമാണ് അദ്ദേഹം കൂടുതൽ സമയവും ബീഹാർ ഭരിച്ചിട്ടുള്ളത്. മുൻപ് അധികാരത്തിലിരുന്ന രാഷ്ട്രീയ ജനതാദളിന്റെ ഭരണകാലമൊക്കെ ജംഗിൾ രാജ് എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. ലാലു പ്രസാദ് യാദവും പിന്നീട് അദ്ദേഹത്തിന്റെ പത്നി റാബ്രി ദേവിയും ഒക്കെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല സാമൂഹിക അന്തരീക്ഷം തന്നെ വളരെ കലുഷിതമായിരുന്നു. പക്ഷേ നിതീഷ് കുമാർ വന്നതിന് ശേഷം അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ധാരാളം വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞു. അന്നെല്ലാം NDAയും അതിന്റെ ഭാഗമായിട്ടായിരുന്നു. BJP നിതീഷ് സർക്കാരാണ് അവിടെ കൂടുതൽ അധികാരത്തിലിരുന്നത്. പക്ഷേ പലതവണ നിതീഷ് കുമാർ ഈ അവസരവാദ നയം സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ വളരെ ജാഗ്രതയോടെയാണ് BJP ഈ നീക്കത്തെയും നോക്കിക്കാണുന്നത്. BJPയുടെ ഒരു ലക്ഷ്യം എന്നത് നിലവിൽ ഈ ഒരു 1.5 വർഷം കൂടി, കാരണം അടുത്ത വർഷമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പാകും. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ശക്തിയായി വളർന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം ഇനി 1.5 വർഷത്തേക്ക് മുഖ്യമന്ത്രി പദം ക്ലെയിം ചെയ്ത് ഒരു പ്രശ്നമുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നില്ല. അതിനാൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരും. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരും ഒപ്പം സ്പീക്കർ സ്ഥാനവും നൽകും. മറ്റ് മന്ത്രിസ്ഥാനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 പദവികൾ BJPക്ക് വരുന്ന മന്ത്രിസഭയിൽ ഉണ്ടാകും. അതിനാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി BJP ക്ലെയിം ഉന്നയിക്കുന്നില്ല. വേണമെങ്കിൽ BJPക്ക് അങ്ങനെ ചെയ്യാം. കാരണം ഈ മുന്നണിക്കകത്തെ ഏറ്റവും വലിയ കക്ഷി BJP ആണ്. 78 സീറ്റുകൾ BJPക്കുണ്ട്. നിതീഷ് കുമാറിന്റെ JDUവിന് 45 സീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു രാഷ്ട്രീയ മര്യാദയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നിതീഷ് കുമാർ നിലവിൽ മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും NDA മുന്നണിയെ നയിച്ചത് നിതീഷ് തന്നെയായിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആകും എന്ന പ്രഖ്യാപനത്തോടു കൂടിയായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കഴിയുമ്പോൾ പിന്നെ നിലപാട് മാറ്റുന്നത് ശരിയല്ല എന്ന കൃത്യമായ രാഷ്ട്രീയ മര്യാദ BJPയോടെ വെച്ച് പുലർത്തുന്നുണ്ട്. അതിനാൽ ഈ വരുന്ന 1.5 വർഷത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് BJP ക്ലെയിം ചെയ്യുന്നില്ല. അത് നിതീഷിന് തന്നെ നൽകും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി നിതീഷ് കുമാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ BJPയുടെ മുഖ്യമന്ത്രിയാകും ബീഹാറിൽ ഉണ്ടാകുക. ധാരാളം നല്ല ഫേസുകൾ അവിടെ ഉയർത്തി കാണിക്കാൻ BJPക്കുണ്ട്. നല്ല നേതാക്കളുണ്ട്, ചെറുപ്പക്കാരായ നേതാക്കളൊപ്പം അനുഭവ സമ്പത്തുള്ള സീനിയർ നേതാക്കളുണ്ട്. അതിനാൽ വരുന്ന 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബീഹാറിൽ ആദ്യത്തെ BJP മുഖ്യമന്ത്രി അധികാരത്തിലേറും. അന്നൊരു പക്ഷേ നിതീഷിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. JDUവിന് നിതീഷ് അന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും JDU നേതാക്കൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി ആ ഒരു ഫോർമുലയിലേക്കാണ് BJP കാര്യങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. KP. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും നിതീഷ് രാജിവെച്ചാൽ വൈകുന്നേരത്തോടെ നിതീഷ് നയിക്കുന്ന NDA മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. അതേസമയം തന്നെയാണ് രാഹുലിനെതിരെ വീണ്ടും JDU നേതാവ് നിതീഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്ര കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് രാഹുൽ ആത്മപരിശോധന നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. पदयात्रा का जो फलाफल आ रहा है कि बंगाल गए तो ममता बनर्जी जी दरकिनार हो गई, बिहार का गृह प्रवेश है तो बिहार में राजनीतिक घटनाक्रम बदल रहा है। इसलिए स्वाभाविक रूप से राहुल गांधी जी को आत्मचिंतन करना चाहिए कि रणनीति में चूक कहाँ है कि जहां हम जाते हैं वहां सहयोगी दरकिनार होना लगता है। माननीय नीतीश कुमार जी को एक्सक्यूज देने की जरूरत है। नीतीश कुमार जी ने गवर्नेंस से कोई समझौता नहीं किया, अंडर हैंड डीलिंग नहीं हुआ। तो ये डीलिंग नहीं होगा तो हम राजनीति का डील करते हैं, अगर करोगे तो रास्ता नापो।